Hi everyone, I am Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാവിലെ പത്രം വായിക്കാൻ പാടുണ്ടോ? രാവിലെ ന്യൂസ് കേൾക്കാൻ പാടുണ്ടോ? പലപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ ഞാൻ എന്ത് ചെയ്യാറില്ല, രാവിലെ പത്രം വായിക്കുന്നതിന് മറ്റും പ്രൊമോട്ട് ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ചോദ്യം, രാവിലെ പത്രം വായിക്കാൻ പാടുണ്ടെന്ന്. ഞാൻ പറയുന്നത്, ഞാൻ പത്രം വായനയ്ക്കെതിരല്ല, പത്രപ്രവർത്തനത്തിനെതിരല്ല, യാതൊരു ന്യൂസ് അറിയുന്നതിനൊന്നും എതിരല്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ ഉടനെ ദയവ് ചെയ്തിട്ട് പത്രം വായിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഉണർന്നിരിക്കുന്ന, നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും ഉണർന്നിരിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നമ്മൾ ശാന്തമായിരിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നങ്ങളില്ലാതെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ പ്രീഷ്യസ് ആയിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉണർന്ന ഉടനെയാണ്, അല്ലേ? രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ, നമ്മുടെ ചിന്തിക്കാനുള്ള വലിയൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ റേഷണലായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ മറ്റു തലങ്ങളൊന്നും ഉണരാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ടൊരു ശാന്തമായൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കുകയുണ്ടാവുക. ഈ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ബോധ മനസ്സിൻ്റെ ഫിൽറ്ററിങ്ങോ റെസിസ്റ്റൻസോ ഇല്ലാതെ തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് ഉള്ളിലേക്ക് പതിയുകയും അത് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമായിട്ട് രൂപപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. ഉപബോധ മനസ്സിലേക്ക് കയറാനുള്ള എന്ത് കാര്യവും ഒരു ഫിൽറ്ററിങ്ങും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കയറാൻ സാധ്യതയുള്ള സമയമാണ് ഏർലി മോർണിംഗ്, അല്ലെങ്കിൽ ഉണർന്നെണീറ്റ ഉടനെ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ പത്രം വായിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് മനസ്സിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല ഭക്ഷണങ്ങളാണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല ഭക്ഷണം. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യുന്നു. നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ധാരാളം ശുഭപ്രതീക്ഷകൾ കാണുന്നു. നല്ല പുസ്തകങ്ങൾ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നല്ല സ്റ്റോറീസ്, ലൈഫ് സ്റ്റോറീസ് എല്ലാം വായിക്കുന്നതിലൂടെ നല്ല എൻകറേജിങ് ആയിട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് പകരമായിട്ട് നിങ്ങൾ രാവിലെ തന്നെ, പ്രത്യേകിച്ച് മലയാള പത്രങ്ങളടക്കമുള്ള പത്രം വായിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള എന്തിനേയും നമ്മുടെ മൈൻഡ് റെസിപ്റ്റീവ് മോഡിൽ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആദ്യം തന്നെ പത്രം എടുത്ത് വായിക്കുമ്പോൾ കേൾക്കുന്ന, കാണുന്ന, വായിച്ച വാർത്ത എന്തായിരിക്കും? മറ്റൊന്നുമല്ല, നെഗറ്റീവ് വാർത്തയാണ്. കലാപം, അക്രമം, കൊലപാതകം, പീഡനം, അഴിമതി, അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കുറ്റം പറഞ്ഞത്, ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ രാവിലെ തന്നെ ഈ പത്രം എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനകത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇത് കയറുകയും നമ്മുടെ മനസ്സിനകത്ത് മുന്നോട്ടുള്ള ജീവിതമെന്ന് പറയുന്ന വളരെ സുഖകരമായിട്ടും പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിക്കാനുള്ള താല്പര്യം കുറയുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും, കാണുന്നത് മുഴുവനായിട്ടും നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിനെ മനസ്സ് കാണാൻ ശ്രമിക്കും. എല്ലാ തലത്തിലും മനസ്സിനെ പൂർണ്ണമായിട്ടും നെഗറ്റീവ്ലി കണ്ടീഷൻ ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് രാവിലെയുള്ള പത്രവായന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സ് ഉണർന്നു വരുന്ന ഈ സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുക. മതപരമായിട്ട് നിങ്ങൾക്ക് നല്ല അറിവുകൾ തരുന്ന, വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാം. ഭഗവത്ഗീത, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വായിക്കാം, ഹോളി ബൈബിൾ വായിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്ന ലൈഫ് സ്റ്റോറീസ് വായിക്കാം, നല്ല പുസ്തകങ്ങൾ. ഇതെല്ലാം വായിച്ചുകൊണ്ട് മനസ്സിനെ പ്രതീക്ഷയും സമ്പന്നവുമാക്കാൻ കഴിയുന്ന പുസ്തകങ്ങളിലും പ്രാർത്ഥനകളിലും മെഡിറ്റേഷനിലും നിങ്ങളുടെ സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് പത്രം വായിക്കണം, അങ്ങനെ അറിഞ്ഞേ തീരു വാർത്തകൾ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന സമയത്ത് മൈൻഡൊക്കെ റെഡിയായിട്ട് നല്ല മനസ്സൊക്കെ പൂർണ്ണമായി ഉണർന്നതിന് ശേഷം നിങ്ങൾ വായിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നിരന്തരമായിട്ട് ദിവസവും 4 പത്രങ്ങൾ വരെ വായിച്ചിരുന്ന, വളരെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. അന്ന് എൻ്റെ മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡുമായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് രാവിലെ എന്നല്ല, ഞാൻ പത്രമേ വായിക്കാത്തൊരു വ്യക്തിയാണ്. ഒട്ടും പത്രങ്ങൾ വായിക്കാറില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് എൻ്റെ അടുത്തെത്തുന്ന അറിവുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അറിയേണ്ട കാര്യങ്ങളെല്ലാം എന്നിലേക്ക് പല മാർഗ്ഗങ്ങളിലൂടെയും പല മേഖലയിലൂടെയുമായിട്ട് എത്തുന്നുണ്ട്. എനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എത്തുന്നുണ്ട്. എനിക്ക് ലോകത്തിൽ ആളുകൾ എത്രമാത്രം കൊലപാതകങ്ങൾ നടത്തി, എത്രമാത്രം ബലാത്സംഗങ്ങൾ നടന്നു, ഏതൊക്കെ നേതാവാണ് അഴിമതി നടത്തിയത്, ഏതൊക്കെ നേതാവാണ് കൊലപാതകം നടത്തിയത്, ഇത്തരത്തിലുള്ള എനിക്ക് ആവശ്യമില്ലാത്ത വാർത്തകളൊന്നും എന്നിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കണക്കെടുക്കുന്നൊരു ജോലി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമായതുകൊണ്ടും
ഇതൊന്നും എനിക്ക് അറിയേണ്ടതായ കാര്യമില്ല. പക്ഷേ ഞാൻ അറിയേണ്ട കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ, ഞാൻ അറിയേണ്ട ഇൻഫർമേഷൻ ഇതെല്ലാം എന്നിലേക്ക് പല വഴികളിലൂടെയായിട്ട് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്രം വായിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് രാവിലെ പത്രം വായിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി I will say that it's not good for your mind and it's not good for your brain. You will lose hope for the life if you do so. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വളരെ ശുഭകരമായിട്ടുള്ളൊരു ജീവിതം ആശംസിക്കുന്നു, വിജയം ആശംസിക്കുന്നു. ഞാൻ കസാക് ബെഞ്ചാലി.